നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം ഈ മാസം 27 മുതൽ 30 വരെ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ നടക്കും. സംഘാടക സമിതി യോഗം എച്ച്.സലാം MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും സൗജന്യ ഓണക്കിറ്റ് വിതരണവും നടത്തി. SNDP യോഗം ശാഖാ നമ്പർ 3676 ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി യൂണിയൻ അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറി KN പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വാടക്കൽ കാഞ്ഞിരംചിറ മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബോണസും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡും വിതരണം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പ് ശേഖരണവും പൊതുസമ്മേളനവും നടത്തി. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പട്ടിണിയില്ലാതെ അന്തിയുറങ്ങാമെന്ന സന്ദേശമുയർത്തി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം നടത്തി. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ അത്താഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം ഈ മാസം 27 മുതൽ 30 വരെ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ നടക്കും. സംഘാടക സമിതി യോഗം അമ്പലപ്പുഴ MLA എച്ച്.സലാം ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം 27 മുതൽ 30 വരെ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിക്കും. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം അമ്പലപ്പുഴ MLA എച്ച്.സലാം ഉദ്ഘാടനം ചെയ്തു. അത് ഇവിടെ നടക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും വിൻ ചെയ്യാനും കഴിയുന്ന ഒരു ടീം സെറ്റിംഗ് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ക്യാമ്പസിൽ വരും. അപ്പോൾ അതിന് കുറച്ച് പൈസ എന്തായാലും നിങ്ങൾക്ക് വരികയും ചെയ്യും. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ഷെയർ ഇതിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി നിങ്ങൾ ആലോചിക്കാൻ കഴിയണം. അതിൽ കോളേജ് യൂണിയൻ ഓരോന്ന് സെപ്പറേറ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റായ കോളേജ് യൂണിയനുകളൊന്ന് പൊതുവായെടുക്കുന്ന ധാരണ അനുസരിച്ച് നിങ്ങൾ കൂടി ഒന്ന് ആലോചിച്ച് എങ്ങനെ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി ആലോചിക്കാൻ കഴിയണം. നടത്തിപ്പ് കഴിയുമ്പോൾ നമുക്കൊരു സാമ്പത്തികമായ ബാധ്യതയും മറ്റൊന്നും വരാതിരിക്കണം. TD മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആഷിഖ് അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് കോളേജ് ചെയർമാൻ അഷിത, ഡെന്റൽ കോളേജ് ചെയർമാൻ അൻവാസ്, യൂണിയൻ കൗൺസിലർ സാൻ മരിയ, M. ലുലു, ശിവപ്രസാദ്, ജെഫിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് എച്ച്.സലാം MLA രക്ഷാധികാരിയും R. രാഹുൽ ചെയർമാനായും M. ശിവപ്രസാദ് ജനറൽ കൺവീനറായും കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും സൗജന്യ ഓണക്കിറ്റ് വിതരണവും നടത്തി. SNDP യോഗം ശാഖാ നമ്പർ 3676 ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി യൂണിയൻ അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറി KN പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും സൗജന്യ ഓണക്കിറ്റ് വിതരണവും നടത്തി. SNDP യോഗം ശാഖാ നമ്പർ 3676 വാടക്കൽ പടിഞ്ഞാറ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമത്വസുന്ദരമായ ഒരു ഭരണം നടന്ന, എല്ലാവരും ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വർഷവും ഈ മാവേലി തമ്പുരാനെ നമ്മൾ വരവേക്കുന്നത്. പല സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഈ ഓണവും എല്ലാവരും നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മറന്ന് ഒരുപോലെ ആഘോഷിക്കുവാൻ കഴിയട്ടെ. ഇപ്പോൾ ഗുരു എല്ലാവരെയും ഒരുപോലെ കരുണാമയനായിട്ടാണ് ഗുരു കണ്ടിരുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുരു കരുണയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ കഷ്ടപ്പാടിനും ഉള്ളവരോടൊപ്പമാണ് ഗുരു നിന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വളരെ എല്ലാ വർഷവും ഇവിടെ ഈ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഓണക്കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ശാഖാ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് P. ധർമ്മരാജൻ അധ്യക്ഷനായി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വൈസ് പ്രസിഡന്റ് B. രഘുനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. G. ജെമിനി, P. അജിത്, M. രാകേഷ്, PP. പ്രസന്നകുമാർ, VV. സരിതാമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ശാഖായോഗം സെക്രട്ടറി P. അജികുമാർ സ്വാഗതവും ശാഖായോഗം ഉപാധ്യക്ഷൻ KS. രാജീവൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് യോഗം ഡയറക്ടർ ബോർഡ് അംഗം KP. പരീക്ഷിത് ഗുരുപ്രഭാഷണവും നടത്തി. ആലപ്പുഴ വാടക്കൽ കാഞ്ഞിരംചിറ മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബോണസും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡും വിതരണം ചെയ്തു.
ആലപ്പുഴ വാടക്കൽ കാഞ്ഞിരംചിറ മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബോണസും ഉന്നത വിജയികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മികച്ച മത്സ്യഗ്രൂപ്പുകൾക്ക് 3.21 ലക്ഷം രൂപയാണ് ബോണസായി നൽകിയത്. MBBS പഠനം പൂർത്തിയാക്കിയ നിനിഷയ്ക്കും SSLC +2 ഉന്നത വിജയികൾ ഉൾപ്പെടെ 13 വിദ്യാർത്ഥികൾക്കുമായി 21,000 രൂപയുടെ വിദ്യാഭ്യാസ അവാർഡുകളുമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 11 പേരിൽ 7 കുട്ടികൾ തീരദേശത്തെ ഏറ്റവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളാണ് എന്നത് അങ്ങേയറ്റം നമുക്കെല്ലാം അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രദേശത്തും നമ്മുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നേർക്കോത്തുണ്ട് ആലപ്പുഴയിലെ കിഴക്കോട്ട് മാറിയൊരു വീട്ടിലുണ്ട്. അപ്പൊ ഓരോ കുടുംബത്തിന്റെയും ഒരു പശ്ചാത്തലം നോക്കിയാൽ അതിലെ അമ്പലപ്പുഴയില് കടപ്പുറത്ത് ഒരു കുട്ടിക്ക് അമ്മയില്ല അച്ഛനില്ല. അവിടെ സംഘം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് AJ ജോൺ അധ്യക്ഷനായി. മത്സ്യഫെഡ് ജില്ലാ മാനേജർ A ഷാനവാസ്, വാർഡ് കൗൺസിലർ മേരി ലീന, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ സാന്ദ്ര, മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി യേശുദാസ്, ഭരണസമിതി അംഗം TR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി ആനി ഫിലോമിന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണവും പൊതുസമ്മേളനവും നടത്തി. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുക, കൂടുതൽ ട്രെയിനുകൾ ആരംഭിക്കുക, ഒഴിഞ്ഞുകിടക്കുന്ന മുഴുവൻ റെയിൽവേ തസ്തികകളിലും സ്ഥിര നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒപ്പുശേഖരണവും പൊതുസമ്മേളനവും നടത്തി. ഇന്ത്യൻ റെയിൽവേയെ തകർക്കരുത്, യാത്രാ ദുരിതം പരിഹരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് K ബിമൽജി ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനം 13 ലക്ഷത്തിലധികം ആളുകൾ ഒരു കാലത്ത് ജോലി ചെയ്തിരുന്ന ഈ ഇന്ത്യൻ റെയിൽവേയില് ഇതിപ്പോൾ അതിന്റെ എണ്ണം 11 ലക്ഷത്തിലേക്ക് താഴ്ന്ന് വീണ്ടും അത് കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. 90,000 തസ്തികകൾ ഇന്ത്യൻ റെയിൽവേയിൽ വെട്ടിക്കുറച്ചു. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2021 ജൂൺ 12 കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി വെച്ചു. വിവേക് ദേബ്രോയ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ റെയിൽവേയുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ, റെയിൽവേയുടെ നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയുണ്ടായി. ആ വിവേക് ദേബ്രോയ് കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിന് പ്രകാരമുള്ള നടപടികളെല്ലാം തന്നെ റെയിൽവേയുടെ സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന നയ നടപടികളായിട്ടാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ജില്ലാ സെക്രട്ടറി T ഷിജിൻ ചടങ്ങിൽ അധ്യക്ഷനായി. R രാജീവ്, S ഉണ്ണിമോൻ, PK മീര, വിശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പട്ടിണിയില്ലാതെ അന്തിയുറങ്ങാമെന്ന സന്ദേശമുയർത്തി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം നടത്തി. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ അത്താഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. പട്ടിണിയില്ലാതെ അന്തിയുറങ്ങാമെന്ന സന്ദേശമുയർത്തി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം നടത്തി. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ അത്താഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഗുരു ജ്വല്ലറി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നിട്ടുള്ള ഇത് സ്വീകരിക്കാൻ വന്നിട്ടുള്ള അമ്മമാരെ, പെങ്ങന്മാരെ, അവർക്ക് കഴിവിന്റെ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം കിട്ടുന്നവർക്ക് അതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ പലരും പരാതിക്കാരായിട്ടും വരാറുണ്ട് സാധാരണ. പക്ഷെ നമുക്കൊരു പരിധിയുണ്ടല്ലോ. ഇപ്പോഴൊന്നാമത് കച്ചവടം കാര്യങ്ങൾ വളരെ മോശമാണ്. എങ്കിലും ആ ഓണത്തിന് നിങ്ങളുടെ കൂടെ ഞങ്ങൾക്കും നല്ല രീതിയിലൊന്ന് സഹകരിക്കണം, നിങ്ങളും നല്ല രീതിയിലൊന്ന് സഹകരിക്കണം ഞങ്ങളുടെ കൂടെ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു നേരത്തെ ആഹാരം തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ. ആലപ്പുഴ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MP ഗുരുദയാൽ, നൌഷാദ് അത്താഴക്കൂട്ടം, K നാസർ, ഷിജു വിശ്വനാഥ്, P അനിൽകുമാർ, തുഷാർ വട്ടപ്പള്ളി, സുനിത താജുദ്ദീൻ, നാസില നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു.
മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC സീറോ വേസ്റ്റ് കോമ്പൗണ്ടാക്കുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമാകുന്നു. 4 ഘട്ടങ്ങളിലായിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ KSRTC സീറോ വേസ്റ്റ് കോമ്പൗണ്ടാക്കുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമാകുന്നു. ടൂറിസം രംഗത്ത് ശ്രദ്ധാകേന്ദ്രമായി മാറിയ ആലപ്പുഴ മാലിന്യമുക്തമാക്കുന്നതിനായി ജനങ്ങളുടെ മനോഭാവത്തിലും ശീലങ്ങളിലും മാറ്റം വരുത്തി മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചും KSRTC മാതൃകയാവുകയാണ്. ബസ് സ്റ്റാൻഡ് മാലിന്യമുക്തമാക്കുക, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നിവ ഉൾപ്പെടെ 4 ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ 2-ന് മെഗാ ക്ലീനിംഗ് നടത്തും. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വിവരവിജ്ഞാന കേന്ദ്രം, ബസ്സുകളിൽ ബിന്നുകൾ സ്ഥാപിക്കലും ബോധവൽക്കരണ യാത്രയും നടത്തുക, വിജിലൻസ് സ്ക്വാഡ് എന്നിവയും നടപ്പിലാക്കും. സലാം MLA കർമ്മ പരിപാടിയുടെ കരട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിതയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നത്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില ഇൻസിഡന്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ പൊതുവായി കാണുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ എറണാകുളത്തെ മാലിന്യ പ്രശ്നം കേരളത്തിന് വലിയ മാലിന്യ പ്രശ്നമായിട്ട് വന്നത് മറ്റേ സ്ഥലത്ത് കുന്നുകൂട്ടിയിട്ട ബ്രഹ്മപുരം അതാണ്. അപ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ വരും, അതിന്റെ വാർത്ത വിശകലനം, ദിവസങ്ങൾ ചർച്ച, ഇതിങ്ങനെ ഇറങ്ങിയിട്ട് പരിശോധിക്കും. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഒരു വലിയ ഒരു ഡ്രൈവ് പോലെ തന്നെ നടത്തിയത് അവിടുത്തെ കോർപ്പറേഷനെ കൂടി മുൻനിർത്തി ഇപ്പം വളരെ പോസിറ്റീവായി അവിടെ മാറി. ഏതെങ്കിലും മീഡിയ ആ പോസിറ്റീവായ വശത്തെ മുൻനിർത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. സ്റ്റേറ്റ് കോർഡിനേറ്റർ SS സരിൻ, കൗൺസിലർ MG സതീദേവി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KE വിനോദ് കുമാർ, നവകേരളം ക്യാമ്പയിൻ കോർഡിനേറ്റർ KS രാജേഷ്, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ CK ശിവകുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജോയ്, IRTC കോർഡിനേറ്റർ ജാഫർ ഷെരീഫ്, P ജയരാജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ Y ജയകുമാരി, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. DTO A അജിത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സെമിനാറും നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ K വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ BS മിനി മുഖ്യപ്രഭാഷണം നടത്തി. RMO ഡോക്ടർ M ആശ, ഡോക്ടർ സുധീരൻ, സൈക്കോളജിസ്റ്റ് അനുഷ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം ഈ മാസം 27 മുതൽ 30 വരെ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ നടക്കും. സംഘാടക സമിതി യോഗം സലാം MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും സൗജന്യ ഓണക്കിറ്റ് വിതരണവും നടത്തി. SNDP യോഗം ശാഖ നമ്പർ 3676ന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി യൂണിയൻ അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറി KN പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വാടക്കൽ കാഞ്ഞിരംചിറ മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബോണസും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡും വിതരണം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണവും പൊതുസമ്മേളനവും നടത്തി. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പട്ടിണിയില്ലാതെ അന്തിയുറങ്ങാമെന്ന സന്ദേശമുയർത്തി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം നടത്തി. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ അത്താഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.